നമസ്കാരം. കലഞ്ഞൂർ മുറിഞ്ഞുകല്ലിൽ ശബരിമല തീർത്ഥാടകരുടെ മിനി ബസും കാറും കൂട്ടിയിടിച്ച് നവദമ്പതികളടക്കം 4 പേർ മരിച്ച സംഭവത്തിന്റെ ഞെട്ടൽ മാറാതെ പ്രദേശവാസികൾ. നിഖിൽ, ഭാര്യ അനു, നിഖിലിന്റെ പിതാവായ മത്തായി ഈപ്പൻ, അനുവിന്റെ പിതാവ് ബിജു പി ജോർജ് എന്നിവരാണ് മരിച്ചത്. കലഞ്ഞൂർ മുറിഞ്ഞുകല്ലിൽ പുലർച്ചെ 4:05 അപകടം സംഭവിച്ചത്. കാറിന്റെ ഡോറ് തുറന്നപ്പോൾ കണ്ട കാഴ്ച പറയാനാകാത്തതാണെന്ന് രക്ഷാപ്രവർത്തനത്തിന് മുൻകൈയെടുത്ത നാട്ടുകാരൻ പറയുന്നു. അനുവൊഴികെ മറ്റ് 3 പേര് സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചിരുന്നു. കാറിന്റെ ഡോർ വെട്ടിപ്പൊളിച്ച് അകത്ത് നോക്കിയപ്പോൾ അനുവിന് മാത്രമായിരുന്നു ജീവനുണ്ടായിരുന്നത്. ഉടൻ തന്നെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാനായി ആംബുലൻസിൽ കയറ്റിയെങ്കിലും വഴിമധ്യേ മരണത്തിന് കീഴടങ്ങി. ഈ സമയത്ത് അനുവിന്റെ അമ്മ ഫോണിൽ വിളിച്ചിരുന്നു. മോളെ എവിടെ എത്തിയെന്നായിരുന്നു ചോദ്യം. മകളല്ല, അവർക്കൊരു അപകടം പറ്റിയെന്നും പത്തനംതിട്ട ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയാണെന്നും താൻ പറഞ്ഞെന്നും നാട്ടുകാരൻ പറയുന്നു. നവംബർ 30-നായിരുന്നു നിഖിലിന്റെയും അനുവിന്റെയും വിവാഹം. 8 വർഷത്തെ പ്രണയത്തിനൊടുവിലായിരുന്നു ഇരുവരും വിവാഹിതരായത്. മലേഷ്യയിൽ മതവിധുവിന് പോയ ശേഷം മടങ്ങിയെത്തിയതായിരുന്നു അനുവും നിഖിലും. ഇവരെ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിന്ന് കൂട്ടിക്കൊണ്ടുവരികയായിരുന്നു ബിജുവും ഈപ്പൻ മത്തായി. 2011 മോഡൽ കാറാണ് അപകടത്തിൽപ്പെട്ടത്. ബിജു പി ജോർജാണ് കാർ ഓടിച്ചിരുന്നത്. മുൻവശത്ത് ഇടതുഭാഗത്താണ് മാത്യു ഈപ്പൻ ഇരുന്നത്. പിൻവശത്ത് വലതും ഇടതുമായി യഥാക്രമം നിഖിലും അനുവും ഇരുന്നു. ഇടിയുടെ ആഘാതത്തിൽ കാർ ഉള്ളിലേക്ക് ചുരുങ്ങിയായിരുന്നു. അനു ഒഴികെ മറ്റു 3 പേരെയും പെട്ടെന്ന് പുറത്തെടുക്കാൻ കഴിയാത്ത സാഹചര്യമായി. ഇവരുടെ വീടെത്താൻ അപകട സ്ഥലത്ത് നിന്ന് ഏതാണ്ട് 12 കിലോമീറ്റർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നാണ് വിവരം. പിൻഭാഗത്തായിരുന്നതിനാൽ അനുവും നിഖിലും സീറ്റ് ബെൽറ്റ് ധരിച്ചിരുന്നില്ല. ബിജുവും മാത്യുവും സീറ്റ് ബെൽറ്റ് ധരിച്ചിരുന്നോ എന്ന വ്യക്തമാകാത്ത രീതിയിലാണ് കാർ തകർന്നത്. തല കീഴായിട്ടാണ് നിഖിൽ കിടന്നിരുന്നത്. ഇദ്ദേഹത്തിന്റെ തല മുൻവശത്തെ സീറ്റുകൾക്കിടയിൽ കുടുങ്ങിയ നിലയിലും. ഇതും ഇവരെ പെട്ടെന്ന് പുറത്തെടുക്കുന്നതിന് തടസ്സമായി. ഫയർഫോഴ്സ് എത്തി കാറിന്റെ പല ഭാഗവും വെട്ടിപ്പൊളിച്ചാണ് എല്ലാവരും പുറത്തെടുത്തത്. രക്ഷാപ്രവർത്തനം ഏതാണ്ട് 1 മണിക്കൂർ നീണ്ടു. അപകട വിവരം അറിഞ്ഞ് ആദ്യം ആംബുലൻസ് എത്തിയത് 4:18-നാണ്. അനുവിനെയാണ് ആദ്യം പുറത്തെടുത്തത്. അനുവിനെ ആംബുലൻസ് കോന്നിയിലെ ആശുപത്രിയിൽ എത്തിച്ച ശേഷം മടങ്ങി വരികയാണ് ഉണ്ടായത്. ഈപ്പൻ മത്തായി, നിഖിൽ, ബിജു എന്നിവർ സംഭവ സ്ഥലത്ത് മരിച്ചു. ആശുപത്രിയിലേക്ക് കൊണ്ടുപോകും വഴി അനുവും മരിച്ചു. അപകടത്തിൽ തകർന്ന കാറിനുള്ളിൽ രക്തത്തിന്റെയും പൊട്ടിയ ഗ്ലാസ് കഷ്ണങ്ങൾക്കും ഇടയിൽ അനുവിന്റെയും നിഖിലിന്റെയും വിവാഹ ക്ഷണക്കത്തടക്കം കിടന്നിരുന്നു. കാനഡയിലാണ് നിഖിൽ ജോലി ചെയ്തിരുന്നത്. വിവാഹശേഷം ജോലി സ്ഥലത്തേക്ക് മടങ്ങാൻ തയ്യാറെടുക്കുകയായിരുന്നു. മിനി ബസ്സിലുണ്ടായിരുന്ന ഏതാനും തീർത്ഥാടകർക്ക് പരിക്കേറ്റുവെന്നാണ് വിവരം. ഇവരുടെ പരിക്ക് ഗുരുതരമല്ല. അതേസമയം സംഭവത്തിൽ അലക്ഷ്യമായും അശ്രദ്ധമായും വാഹനം ഓടിച്ചതാണ് അപകട കാരണമെന്നാണ് എഫ്ഐആർ. കാർ ഡ്രൈവറുടെ അശ്രദ്ധയാണ് അപകടത്തിന് കാരണമെന്ന് എഫ്ഐആറിൽ പറയുന്നു. സംഭവ സ്ഥലത്ത് സ്ഥിരമായി അപകടം നടക്കാറുണ്ടെന്ന് നാട്ടുകാരും പറയുന്നു. അപകടം നടക്കുന്നതിന് തൊട്ട് മുൻപ് കാർ പോകുന്ന CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു. ഇന്ന് രാവിലെ 4:30 നടന്ന അപകടത്തിൽ ഒരു കുടുംബത്തിലെ 4 പേരുടെ ജീവനാണ് നിരത്തിൽ പൊലിഞ്ഞത്. 4 പേരുടെ മൃതദേഹങ്ങളും മോർച്ചറിയിലേക്ക് മാറ്റി. പോസ്റ്റ്മോർട്ടം പൂർത്തിയാക്കിയാണ് മൃതദേഹങ്ങൾ പത്തനംതിട്ടയിലെ മോർച്ചറിയിലേക്ക് മാറ്റിയത്. നിഖിലിന്റെ സഹോദരിയും ബിജു പി ജോർജിന്റെ സഹോദരിയും വിദേശത്ത് നിന്ന് എത്തിയതിനു ശേഷമായിരിക്കും സംസ്കാരം നടക്കുക. കാനഡയിൽ എഞ്ചിനീയറായി ജോലി ചെയ്യുന്ന നിഖിൽ കഴിഞ്ഞ മാസം 25-നാണ് വിവാഹത്തിനായി നാട്ടിലെത്തിയത്. കാർ അമിത വേഗത്തിൽ വന്നിടിച്ചു എന്നായിരുന്നു തീർത്ഥാടകർ സഞ്ചരിച്ചിരുന്ന ബസിന്റെ ഡ്രൈവർ സതീഷ് പറയുന്നത്. കാർ വരുന്നത് കണ്ട് വേഗം കുറച്ച് വശത്തേക്ക് വാഹനം ഒതുക്കി. പക്ഷേ കാർ ഇടിച്ചു കയറി. ബസ് സാധാരണ വേഗത്തിൽ മാത്രമായിരുന്നുവെന്നും ഡ്രൈവർ സതീഷ് വ്യക്തമാക്കി. ബസ്സിലുണ്ടായിരുന്നത് ഹൈദരാബാദ് സ്വദേശികളായ 19 തീർത്ഥാടകരാണ്. ഇവർ മറ്റൊരു വാഹനത്തിലാണ് യാത്ര തുടർന്നത്. നാളെ അനുവിൻ്റെ ജന്മദിനം കൂടിയായിരുന്നു. വിവാഹശേഷമുള്ള ആദ്യ ജന്മദിനം നാട്ടിൽ ആഘോഷിക്കാനായിരുന്നു മധുവിധു 6 ദിവസത്തിലൊതുക്കി അവർ മലേഷ്യയിൽ നിന്നും വിമാനം കയറിയത്. ജന്മദിനം മാത്രമായിരുന്നില്ല, ക്രിസ്മസും ന്യൂ ഇയറും എല്ലാം കേരളത്തിലാകണമെന്നും അവർ ആഗ്രഹിച്ചിരുന്നു. ഈ മോഹങ്ങളെയാണ് കൂടലിലെ അപകടം തകർത്തത്. നവദമ്പതിമാരുടെയും ഇവരുടെ അച്ഛന്മാരുടെയും മരണം കേരളത്തിനാകെ ദുഃഖമാവുകയാണ്. അക്ഷരാർത്ഥത്തിൽ കേരളത്തിന് കറുത്ത ഞായറാഴ്ച കൂടിയാണ് ഈ ദിനം.